ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് നിങ്ങളോട് അത്ര സീരിയസ്നെസ് കാണിക്കുന്നില്ല എങ്കിൽ ഒന്ന് സീരിയസ് ആവാനും നിങ്ങളെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു 5 ഗെയിം ചേഞ്ചിങ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അഥവാ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെ സീരിയസ് ആയിട്ട് പ്രണയിക്കും, സ്നേഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ആദ്യത്തെ പോയിന്റ്, നിങ്ങളുടെ ആക്ഷൻസിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് കുറച്ച് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുക. അവർ പല രീതിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കാം. ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തുറന്നു പറയണം. നിങ്ങൾ കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചില ആളുകളുണ്ടാവും, തെറി വിളിക്കുന്ന ആളുകളുണ്ടാവും, ഉപദ്രവിക്കുന്ന ആളുകളുണ്ടാവും, നിങ്ങളെ അടിക്കുന്ന ആളുകളുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ മദ്യപാനമുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറയുക. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവരെ കാണിക്കുക എന്നുള്ളതല്ല, സത്യത്തിൽ അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് വളരെയധികം സ്നേഹിക്കുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്കൊരു സീരിയസ്നെസ് ഇല്ലാത്തത്. അപ്പോൾ ഇനി അമിതമായിട്ടൊന്നും കൊടുക്കണ്ട. എന്തൊക്കെ, നിങ്ങളുടെ സമയം അമിതമായിട്ട് അവർക്ക് കൊടുക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അമിതമായിട്ട് കൊടുക്കണ്ട. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും കെയർ ആണെങ്കിലും ഒക്കെ ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളോട് തീരെ ഒരു സീരിയസ്നെസ് ഇല്ലാണ്ടാവും. അപ്പം ഇങ്ങോട്ടൊരു ചേസിങ്ങും ഇങ്ങോട്ടൊരു അറ്റൻഷനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പാകത്തിന് മാത്രം കൊടുത്താൽ മതി. ഇതാണ് രണ്ടാമത്തെ ഗെയിം ചേഞ്ചിങ് സീക്രട്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഗെയിം ചേഞ്ചിങ് സീക്രട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുകയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും തൻ്റെ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്ന, അങ്ങനെ സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ളവർക്ക് പ്രത്യേകിച്ചൊരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, സൈലന്റ് ട്രീറ്റ്മെന്റ്സ് പല ആളുകളും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന പരിപാടി. അങ്ങനെയല്ല, 1-2 തവണയൊക്കെ നമുക്ക് അങ്ങനെ സൈലന്റ് ആയി നോക്കാം. എങ്കിലും നമ്മുടെ തലയിൽ കയറുകയാണ്, അല്ല നമ്മളോട് ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തോന്നുന്ന നമ്മുടെ ഫീലിങ്സ് എന്താണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് അവരോട് പറയുക. എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ച് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി ആൾക്ക് ഒരു സീരിയസ്നെസ് വരും. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല, എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ബെഗ് ചെയ്ത് പോകാനൊന്നും നിൽക്കേണ്ട. അങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് സംസാരിക്കുക. ഇങ്ങോട്ട് അതൊന്നും ഇല്ലെങ്കിൽ വിട്ടേക്കുക, ബെഗ് ചെയ്യാൻ പോകണ്ട. ഓക്കെ. നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അവർക്കൊരു തോന്നലുണ്ടാവും, നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം. ആ ഭയത്താൽ അവർ നിങ്ങളിലോട്ട് കൂടുതൽ ആകർഷിക്കപ്പെടുകയും ചേസ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ റിയലായിട്ട് പ്രണയിക്കുന്ന, സ്നേഹിക്കുന്ന, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ഒരു ചിന്ത അവർക്കുണ്ടാവും. എങ്ങനെ, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ആ ഭയത്താൽ അവർ നിങ്ങളിലോട്ട് കൂടുതലായിട്ടും വരും, നിങ്ങളെ ചേസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 ഗെയിം സീക്രട്ടുകളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാല്യൂം തരില്ല, നിങ്ങളെ വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല. അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് എപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ചോയ്സ് മാത്രമായിരിക്കും. സോ നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കിട്ടണം,
നിങ്ങളെ സീരിയസ് ആയിട്ട് പ്രണയിക്കണം, സ്നേഹിക്കണം, കെയർ ചെയ്യണം, അറ്റൻഷൻ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.